അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏതാനും അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മളോട് എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദമായി പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മനുഷ്യന് വേണ്ടി വിരിപ്പാക്കി തന്നതും ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നതും അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞ് അത് മുഖേന ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നതും ഈ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുകയാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. ഏതെല്ലാം അറിഞ്ഞുകൊണ്ട്? അതാണ് 21-ാമത്തെയും 22-ാമത്തെയും ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ. അതായത് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നത് അല്ലാഹുവാണ്, നിങ്ങൾക്ക് വേണ്ടി ആകാശത്തെ മേൽപ്പുരയാക്കി തന്നത് അല്ലാഹുവാണ്, നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരുന്നത് അല്ലാഹുവാണ്, നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നത് അല്ലാഹുവാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ അല്ലാഹുവിൽ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുദ്ദൻബി അഅ്ളമു, അല്ലാഹുവിന്റെ റസൂലെ പാപങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് എന്ന്. ഖാല, ആ സമയം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ, വഹുവ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കെ പിന്നെ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പാപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം അത് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് എന്നാണ്. അത് ഏറ്റവും വലിയ പാപമാണ്. അത് ശിർക്കുൽ അക്ബറാണ് സഹോദരങ്ങളെ. മനുഷ്യൻ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കൽ, അത് അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അല്ലാഹുവിന് തുല്യന്മാരെ നിശ്ചയിക്കലാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന് തുല്യന്മാരെ നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് അല്ലാഹുവിന് സമന്മാരെ സ്വീകരിക്കലാണ്. അല്ലാഹുവിന് നൽകേണ്ട, അല്ലാഹുവിന് അർപ്പിക്കേണ്ട പ്രത്യേകമായ പുണ്യകർമ്മങ്ങൾ, അതായത് നമസ്കാരം, അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണതകളിലും പ്രയാസങ്ങളിലും സഹായമർത്ഥിക്കൽ, അല്ലെങ്കിൽ ഗുണം നേടുവാൻ വേണ്ടി സഹായം തേടൽ, ദുരിതം നീങ്ങുവാൻ വേണ്ടി, ആഗ്രഹം സഫലീകരിക്കുവാൻ വേണ്ടി നമ്മൾ അല്ലാഹുവോട് ഉയർത്തേണ്ട വിളികൾ, അത് അല്ലാഹു അല്ലാത്തവർക്ക് ആ വിളികൾ പോകുന്നത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികളോട് നിർവഹിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അത് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. അത് ഏറ്റവും വലിയ പാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. തഫ്സീർ ത്വബരിയിൽ ഇമാം ഇബ്നു ജരീർ അത്ത്-ത്വബരി റഹിമഹുല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൽ അവിടെ കാണാൻ കഴിയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അതായത് ലാ തുശ്രികൂ ബില്ലാഹി ഗൈറഹു മിനൽ അൻദാദ്, സമന്മാരിൽ നിന്നും അവന് പുറമേയുള്ളവരെ, അതായത് അല്ലാഹുവിന് പുറമേയുള്ളവരെ നിങ്ങൾ അല്ലാഹുവോടൊപ്പം പങ്കു ചേർക്കരുത്. അല്ലതീ ലാ തൻഫഉ വലാ തളുറു, അവർ, അതായത് ആ പങ്കാളികൾ ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ചെയ്യുകയില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. എന്തറിയുന്നവർ? അന്നഹു ലാ റബ്ബ ലക്കും, നിങ്ങൾക്ക് ഒരു റബ്ബുമില്ല എന്ന് അറിയുന്നവരായിരിക്കെ. യർസുഖുക്കും ഗൈറഹു, അവന് പുറമെ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന ഒരു റബ്ബുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ശേഷം പറയുകയാണ്, വഖദ്
അലിംതും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, വഖദ് അലിംതും അന്നല്ലദീ യദ്ഉകും ഇലൈഹി റസൂലു റസൂൽ നിങ്ങളെ ക്ഷണിക്കുന്നത് അവനിലേക്കാണ് എന്ന് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. മിൻ തൗഹീദിഹി ഹുവൽ ഹഖ്ഖു ലാ ശക്ക ഫീഹി തൗഹീദിലേക്ക്, അതായത് അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്ക്, അതാണ് യാഥാർത്ഥ്യവും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. സഹോദരങ്ങളെ നോക്കൂ, ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര വ്യക്തമായാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുന്ന വിഷയം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിഷയം ശരിയാകാതെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയിട്ട് അയാൾ പശ്ചാത്തപിക്കാതെയാണ്, അയാൾ തൗബ ചെയ്യാതെയാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത പാപമായിട്ടായിരിക്കും ആ വ്യക്തി ഈ ലോകത്തോട് വിട പറയുന്നത്. വളരെ അപകടം നിറഞ്ഞ ഒരവസ്ഥയാണ് അത് സഹോദരങ്ങളെ. എന്താണ് അതിന്റെ ഗൗരവമെന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽദുൽമു സലാസത്തുൻ അക്രമം അത് 3 തരമാണ്. ഫളുൽമുൻ ലാ യത്റുകുഹുല്ലാഹ് അല്ലാഹു ഉപേക്ഷിക്കാത്ത അക്രമം, വളുൽമുൻ യുഗ്ഫറു പൊറുക്കപ്പെടുന്ന അക്രമം, വളുൽമുൻ ലാ യുഗ്ഫറു പൊറുക്കപ്പെടാത്ത അക്രമം. ഇതാണ് ആ 3 എണ്ണം എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പിന്നീട് വിശദീകരിക്കുകയാണ്. ഫഅമ്മൽ ദുൽമുല്ലദി ലാ യുഗ്ഫറു ഫശ്ശിർകു ലാ യഗ്ഫിറുഹുല്ലാഹ് അല്ലാഹു പൊറുക്കാത്ത അക്രമം അത് ശിർക്കാണ്, ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല. വഅമ്മൽ ദുൽമുല്ലദി യുഗ്ഫറു ഫദുൽമുൽ അബ്ദി ഫീമാ ബൈനഹു വബൈന റബ്ബിഹി എന്നാൽ പൊറുക്കപ്പെടുന്ന അക്രമം അത് അടിമയുടെയും റബ്ബിന്റെയും ഇടയിലുള്ള ഇതര പാപങ്ങളാണ് എന്ന്. ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിമ നിർവഹിക്കേണ്ട ബാധ്യതകൾ അതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ളതാണ്. അതെന്താണ്? അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെയോ എന്നാൽ ഉപേക്ഷിക്കപ്പെടാത്ത അക്രമം അത് അടിമകൾ അന്യോന്യം ചെയ്യുന്ന അക്രമങ്ങളാണ്. അള്ളാഹു അതിൽ അന്യോന്യം പ്രതിക്രിയ ചെയ്യിക്കുമെന്ന്. പരസ്പരം ഏതെങ്കിലും 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയില്ല, അത് അല്ലാഹു ഉപേക്ഷിക്കുകയില്ല. നാളെ പരലോകത്ത് വെച്ച് അത് അന്യോന്യം പ്രതിക്രിയ ചെയ്യിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ ഗുരുതരമായ കുറ്റമാണ് എന്ന് ഈ ഹദീസിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത പൊറുക്കപ്പെടാത്ത അക്രമമായിട്ടാണ് ഇസ്ലാം ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപത്തിലേക്ക്, അതായത് ശിർക്കിലേക്ക് മനുഷ്യന്മാർ പോകുന്ന സകല വഴികളും ഇസ്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അതിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ മാത വഹുവ യഅദൂ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ അള്ളാഹുവിനെ സമന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, ശിർക്കിന്റെ ഒരു ഗൗരവം. അള്ളാഹുവിന് സമന്മാരെ വിളിച്ച് ദുആ ചെയ്ത് മരണം വരിച്ചാൽ അയാൾ പശ്ചാത്തപിക്കാതെയാണ് മരിക്കുന്നത് എങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് ശിർക്കിലേക്ക് മനുഷ്യന്മാർ പോകുന്ന സകല വഴികളും ഇസ്ലാം അടച്ചിട്ടുള്ളത്. ശിർക്ക് അത് കടന്നു വരുന്ന വഴികൾ അത് നിരവധിയാണ് സഹോദരങ്ങളെ. ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന വിഷയം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക വല്ലവനും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തു എന്ന് ഇമാം അഹ്മദും തിർമിദിയും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസ്. ഈ ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് എല്ലാ തഫ്സീറുകളിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സഹോദരങ്ങളെ. ഈ ഷിർക്ക് അത് ഷിർക്കുൽ അസ്ഗറാണ്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്തു പോകുന്ന വലിയ ഷിർക്കിലേക്ക് വീണുപോകാൻ മാർഗമായ ഇസ്ലാം വിരോധിച്ച എല്ലാ ഷിർക്കുൽ അസ്ഗറും, അതായത് എല്ലാ കാര്യങ്ങളും അത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കായിട്ടാണ്. എങ്ങനെ? ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കിലേക്ക് വീണുപോകാൻ കാരണമാകുന്ന ഇസ്ലാം വിരോധ
വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ചെറിയ ശിർക്കായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു സ്വഭാവം. അതിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? അലാ ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബാഇകും. അറിയുക, നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് അള്ളാഹു വിരോധിക്കുന്നുണ്ട് എന്ന്. എന്റെ ഉപ്പയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം എന്നൊക്കെ രൂപത്തിൽ സത്യം ചെയ്യാൻ പാടുള്ളതല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. വല്ലവനും സത്യം ചെയ്യുകയാണ് എങ്കിൽ അവൻ അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിൽ അവരെ ആദരിക്കുന്ന വിഷയത്തിലുള്ള അതിരുകവിച്ചിലായതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് അത് പാടുള്ളതല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അവരോടുള്ള അതിരുവിട്ട ആദരവ് അത് ശിർക്കുൽ അക്ബറിലേക്ക്, അതായത് വലിയ ശിർക്കിലേക്ക് ചെന്ന് എത്തുന്നതാണ്. ഈ രൂപത്തിൽ വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ പറയാറുണ്ട്, എങ്ങനെയാ? അവർ പറയും, ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവും നിങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രയാസപ്പെടുമായിരുന്നു എന്നൊക്കെ ഈ രൂപത്തിലുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏകനായ അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം അഹ്മദും നസായിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം അള്ളാഹുവും പിന്നീട് നിങ്ങളും ഉദ്ദേശിച്ചത് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു വാക്കുകളിൽ പോലും അള്ളാഹുവിനെ സമന്മാരെ ഉണ്ടാക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് വളരെ കൃത്യമാക്കുകയാണ് ഇവിടെ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളത്. വളരെ ഗൗരവമായ വിഷയമായിട്ടാണ് സഹോദരങ്ങളെ ഇസ്ലാം ഈ വിഷയത്തെ കാണുന്നതും പഠിപ്പിക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ മനുഷ്യർ ആരാധനയുടെ വിഷയം വരുന്ന സമയത്ത്, പ്രാർത്ഥനയുടെ വിഷയം വരുന്ന സമയത്ത്, സഹായത്തട്ടത്തിന്റെ വിഷയം വരുന്ന സമയത്ത് ആ റബ്ബിൽ, ആ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്രകാരം ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട്, ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് മുഫസ്സിറുകൾ, തഫ്സീർ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ ആയത്തിന്റെ വിശദീകരണം 3 ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.